എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ഈശ്വര വിശ്വാസികളായ ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് വലിയ ആമുഖങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെയും കണ്ണീരിലൂടെയും കടന്നു പോകുന്ന മനുഷ്യർക്ക് ആശ്വാസമാകാൻ ജ്യോതിഷത്തിലെ സത്യങ്ങൾ മാത്രം നിങ്ങൾക്കറിഞ്ഞാൽ മതിയാകും. ആളുകൾ പറയുന്നു ഒരുപാട് ദൈർഘ്യം വേണ്ട എന്ന്. പക്ഷേ വീഡിയോ പറഞ്ഞു വരുമ്പോൾ, പ്രധാന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അല്പം ദൈർഘ്യം കൂടി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നാളെ ശനിദേവൻ്റെ അനുഗ്രഹമുള്ള ദിവസമാണ് ശനിയാഴ്ച. ഗണിത പഞ്ചാംഗ പ്രകാരം നാളെ പകൽ മുഴുവൻ, അതായത് വൈകുന്നേരം 6:06 വരെ പൂരം നക്ഷത്രമായിരിക്കും നിലനിൽക്കുന്നത്. അതിനുശേഷം സൂര്യഭഗവാന്റെ തേജസ്സുള്ള ഉത്രം നക്ഷത്രത്തിൻ്റെ ആരംഭമാകും. അപ്പോൾ നാളെ ആകാശത്ത് തെളിയുന്ന ഗ്രഹനില കേവലം കണക്കുകൾ മാത്രമല്ല, ഭൂമിയിലെ ചില മനുഷ്യരുടെ കണ്ണീരിനെ ഒപ്പിയെടുക്കാൻ ഈശ്വരൻ ഒരുക്കുന്ന വലിയൊരു വഴി തന്നെയാണ്. ഇതുവരെ നിങ്ങൾ പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ചു, കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. നാളെ മുതൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള 9 നക്ഷത്രക്കാരെക്കുറിച്ച്, അവരുടെ ഹൃദയ വേദനകളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത്. അതെപ്പോൾ മാറ്റം വരും എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. നമ്മൾ ജനിച്ചപ്പോൾ കുറിക്കപ്പെട്ട ജാതകം ഒരു വിധിയാണെങ്കിൽ ആ വിധിയെപ്പോലും മാറ്റാൻ കഴിവുള്ളതാണ് ഈശ്വരകൃപയും സമയത്തിൻ്റെ ആനുകൂല്യവും. നാളെ ആകാശത്ത് ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. കർമ്മഫലദാതാവായ ശനി ഭഗവാൻ കുംഭം രാശിയിൽ വളരെ ശക്തനായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. നാളത്തെ നക്ഷത്രനാഥനായ ശുക്രൻ ശനിയുമായി അതീവ സൗഹൃദത്തിലാണ് താനും. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എന്താണ് ഭഗവാനെ എനിക്ക് മാത്രം ഈ ദുരിതം എന്ന്. എന്നാൽ ആകാശത്ത് ഗ്രഹങ്ങൾ മാറി മറിയുമ്പോൾ നമ്മുടെ ദുരിതങ്ങൾക്കും ഒരു അറുതി ഉണ്ടാകും എന്നത് ഇനി മുതൽ മനസ്സിലോട്ടങ്ങോട്ട് ഉറപ്പിക്കുക. നാളെ വ്യാഴത്തിൻ്റെ അമൃത ദൃഷ്ടിയും കൂടി ഈ പൂരം നക്ഷത്രത്തിൻ്റെ മേൽ പതിയുമ്പോൾ നാളെ ഉണരാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പാണ് പതിയാൻ പോകുന്നത്. അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്നതും ഏതൊക്കെ നക്ഷത്രക്കാരുടെ കണ്ണുനീരൊപ്പാനാണ് ഭഗവാൻ നാളത്തെ ദിവസം മുൻകൈ എടുക്കുന്നതും എന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഉത്രം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാനുള്ളത്. സൂര്യൻ്റെ പ്രഭയുള്ള നക്ഷത്രമാണ് ഉത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ഭൂജാതനായ ഒരു വ്യക്തിക്കും ആ പ്രഭ മുഖത്ത്, ആ ഒരു കല മുഖത്ത് ഉണ്ടാകും. പുറമേക്ക് വളരെ ശക്തരാണെന്ന് നടിക്കുമെങ്കിലും ഉള്ളിലൊരു കൊച്ചുകുട്ടിയുടെ മനസ്സും നിഷ്കളങ്കത്വവുമായ രീതിയാണ് ഉത്രം നക്ഷത്രക്കാരുടേത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നു പോകുന്നവർ എന്നിവരെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം സ്വന്തത്തിനും ബന്ധത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടർ കൂടിയാണ് ഇവർ. നിങ്ങളുടെ ഒരു നിലവിലെ അവസ്ഥ കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് ആത്മാർത്ഥമായി കൂടെ നിന്നവരെ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അവർ ആത്മാർത്ഥതയുടെ മൂടുപടമാണ് അണിഞ്ഞിരിക്കുന്നത്. ആത്മാർത്ഥതയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. പലരും കൂടെ നിന്നത് അവർക്ക് നിങ്ങളിൽ നിന്ന് ചില ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് മാത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, പലരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നത്. ഇത് നിങ്ങൾ കേട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സ്വഭാവമാണോ എന്നൊന്ന് വിലയിരുത്തുക. ഒരു രൂപ പോലും ഒളിച്ചു വെക്കാനുള്ള ഒരു മനസ്സില്ലാത്തവരാണ്. അത് കുടുംബത്താണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും കടമായിട്ട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പോലും, കയ്യിലില്ലാത്തതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിയതാണെങ്കിൽ പോലും എടുത്തു കൊടുക്കുന്ന ഒരു പ്രകൃതം കൂടിയുണ്ട് ഈ ഉത്രം നക്ഷത്രക്കാർക്ക്. ഒരുപാട് നാളായി സ്വന്തമായൊരു വീട് വേണമെന്ന സ്വപ്നവുമായിട്ട് നടക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ വാതിലുകളെല്ലാം മുന്നിൽ അടയുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ പ്രകൃതം നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മാറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന ഭാഗ്യങ്ങളൊന്നും തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. കാരണം ഭാഗ്യം വരുന്നുണ്ട്, പക്ഷേ ആ ഭാഗ്യം മറ്റുള്ളവരാൽ തട്ടിപ്പോകുന്നുണ്ട്. ലക്ഷ്മി ദേവി എപ്പോഴും എല്ലാവരിലും കനിയുന്നവളല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്.
അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും എത്തിക്കാൻ നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലരെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ലോകത്തെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. എന്നാൽ നാളെ വൈകുന്നേരം മുതൽ കാര്യങ്ങളൊന്ന് മാറുന്നുണ്ട്. അതായത് 6:06 കൂടി ഉത്രനക്ഷത്രം ഉദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയം നാളെ 6:06 മുതൽ തുടങ്ങും. മുടങ്ങിക്കിടന്ന വലിയൊരു ധനാഗമ മാർഗം നാളെ തുറക്കപ്പെടും. തടസ്സപ്പെട്ട് കിടന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നാളെ മുതൽ ചിറക് മുളയ്ക്കും. കർക്കിടക മാസമാണ്, പഞ്ഞമാസമല്ലേ, നിങ്ങൾ വെറുതെ പറയുക എന്നൊന്നും ചിന്തിക്കേണ്ട. ഇതുവരെ അങ്ങനെയല്ലേ ചിന്തിച്ചിരുന്നത്, ഇനിയൊന്ന് മാറ്റി ചിന്തിച്ചോളൂ. ദൈവത്തിൽ വിശ്വസിക്കുക. ആ വിശ്വാസത്തെ മുൻനിർത്തി ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു കണ്ണ്, ഒരു ചക്ഷുസ് കൂടി തുറന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു വലിയ ഭാഗ്യം തന്നെ നിങ്ങളെ തേടി വന്നു ചേരും. രണ്ടാമത് ചിത്തിര നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാനുള്ളത്. മനസ്സിൽ കപടതയില്ലാത്ത നക്ഷത്രമാണ് ചിത്തിര എന്ന് പറയുന്നത്. ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് സംസാരിക്കാൻ അറിയത്തില്ല, പാവ മനുഷ്യരാണ് ചിത്തിര നക്ഷത്രക്കാർ. ചിലരുണ്ട് ഉള്ളിലൊന്നും പുറമേ ചിരിയുടെ മൂടുപടവും. പക്ഷേ ഇവരങ്ങനെയല്ല. ഉള്ളിലെന്തോ, അത് ദേഷ്യമാകട്ടെ, സങ്കടമാകട്ടെ, സന്തോഷം ആകട്ടെ, പുറമേ അതേപോലെ തന്നെ കാണിക്കും. നിങ്ങൾ ഇങ്ങനെയുള്ളവരാണോ എന്ന് ഒന്ന് നോക്കുക. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച നക്ഷത്രം കൂടിയാണ് ഈ ചിത്തിര നക്ഷത്രം. ഹൃദയം തൊട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നിങ്ങളുടെ അവസ്ഥ ഇതേപോലെയാണെന്ന്. കമൻറ്റ് ബോക്സ് ഓണാക്കിയിടാം. നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്കും നമ്മുടെ ഈ ഓരോ പ്രവചനങ്ങളോടുമുള്ള കൂടുതൽ ഒരു സ്വീകാര്യത വർദ്ധിക്കുന്നതിനും അത് സഹായിക്കും. നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ പോലും പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെയുള്ള, കാരണം ഞാൻ ഇത്രയും ഹൃദയം തുറന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെയാണോ കണ്ടത് എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പങ്കാളിയോ പ്രിയപ്പെട്ടവരോ പോലും നിങ്ങളെ മനസ്സിലാക്കാതെ ദ്രോഹിച്ചപ്പോൾ ഉള്ളിൽ കരഞ്ഞ് പുറത്ത് ചിരിച്ചവരും കൂടിയാണ് നിങ്ങൾ. അതായത് ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ അതങ്ങനെ പുറത്ത് കാണിക്കാറുമില്ല. ഉള്ളിൽ ഒന്ന് പുറത്തൊന്ന് കാണിക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും ചിലതൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് അറിയാം നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ വിഷമങ്ങൾ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നവരാണ്. വല്ലപ്പോഴും ഒക്കെ അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ആരും കാണാതെ കുറച്ചു നേരമെങ്കിലും ഒന്ന് കരയുന്നതൊക്കെ നല്ലതാണ്. കരച്ചിൽ ബലഹീനതയാണ് എന്ന് കരുതേണ്ട. ചിലപ്പോൾ അത് നമുക്കൊന്ന് റിഫ്രഷ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം കരയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റേതായ ഭാരങ്ങൾ ഒരുവിധമൊക്കെ മാറും. അതങ്ങ് ശീലമാക്കുകയല്ല, വല്ലപ്പോഴും ഒക്കെ നല്ലത് തന്നെയാണ്. ഇവിടെ നാളെ പൂരം നക്ഷത്രത്തിൻ്റെ ക്ഷേമതാരയായിട്ട് ചിത്തിര വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ണീരിന് ഭഗവാൻ മറുപടി തരേണ്ട സമയമാണ്. നിരപരാധിത്വം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ നിരപരാധിത്വം, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന സാരം അവർ തിരിച്ചറിയും. അകന്നുപോയ ചില സ്നേഹബന്ധങ്ങൾ മടങ്ങി വരാനൊക്കെയുള്ള സാധ്യതയും നാളത്തെ ദിവസമുണ്ട്. നാളത്തെ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വലിയ കുളിർമഴ പെയ്യുന്ന, ഒരു സമാധാനം വന്നു ചേരുന്ന ദിവസം തന്നെയായിരിക്കും. പ്രാർത്ഥനകൾ ഒരു കാരണവശാലും, ഒരു നേരം ആഹാരം കഴിക്കാൻ മറന്നാലും പ്രാർത്ഥന പ്രവർത്തി ഇത് മറക്കാതിരിക്കുക. കാരണം പ്രാർത്ഥനയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും തുണയായിട്ടുള്ള ഒരു കൂട്ടെന്ന് പറയുന്നത്. 10 പേര് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞാലൊന്നും ആരും എപ്പോഴും കൂടെ ഉണ്ടാകില്ല. ഭഗവാൻ എന്ന ആ ഒരു വിളി അത് മാത്രമായിരിക്കും നമുക്ക് കൂടെ ഉള്ളത്. പിന്നെ അതോടൊപ്പം കർമ്മം ചെയ്യണം, അതും മറക്കാതിരിക്കുക. ഇനി മൂന്നാമത് വിശാഖം നക്ഷത്രമാണ്. ഗുരുവിൻ്റെ, അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. മറ്റുള്ളവർക്ക് തണലായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ്. കുടുംബത്തിൽ വിശാഖ നക്ഷത്രക്കാരായ ഒരാളുണ്ടെങ്കിൽ, ഇളയ കുഞ്ഞാണെങ്കിൽ പോലും മൂത്ത ആളെന്ന നിലയിലുള്ള പ്രവൃത്തികളായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന. ഒരു ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ 5 മക്കളുണ്ടെങ്കിൽ ഏറ്റവും 5ാമനാണ് വിശാഖ നക്ഷത്രക്കാരനെങ്കിൽ പോലും അവൻ്റെ പ്രവൃത്തികളൊക്കെ ഏറ്റവും തലമൂത്ത ജ്യേഷ്ഠൻ്റേത് കൂട്ടായിരിക്കും. കാരണം എല്ലാവർക്കും തണലായിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും വിശാഖ നക്ഷത്രക്കാർ. പക്ഷേ വിഷാദവും നിരാശയും കൂടപ്പിറപ്പായിട്ട് മാറിയ ഒരു കൂട്ടരാണ്. അതായത് എപ്പോഴും മനസ്സിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. കടലിന് ശാന്തിയില്ലാന്ന്, കടലിന് എപ്പോഴും കടൽ തിരമാലകൾ ഒഴിഞ്ഞൊരു സമയമില്ല എന്ന് പറയില്ല, അതേപോലെ ഒരു മനസ്സാണ് ഇവരുടേത്. എത്ര കഠിനാധ്വാനം ചെയ്താലും ഒരു അംഗീകാരവും പലപ്പോഴും കിട്ടാത്തതായ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കേണ്ടി വരുന്നതായ അവസ്ഥ. പല രാത്രികളിലും എനിക്ക് മാത്രം എന്ത് ഇങ്ങനെയെന്ന് ചിന്തിച്ച് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടും ഉണ്ടാകും. ശരിയല്ലേ?
മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന നിലയിൽ ആശങ്ക ഒരുപാട് അനുഭവിക്കുന്നുണ്ടാകും ഈ നക്ഷത്രക്കാരായ മാതാപിതാക്കളായ ആളുകൾ. എന്നാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഓരോ ഏത് മേഖലയാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ചെയ്യാൻ പറ്റാത്തതായൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഉറക്കം പോലും ശരിക്ക് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നാളെ നിങ്ങൾക്ക് സാധനധാരയാണ്. അപ്പോൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ് നാളെ. അതായത് അറിയാതെ പോലും അത്ഭുതങ്ങളൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നാളത്തെ ദിവസം നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത്ഭുതമെന്ന് പറയുമ്പോൾ വിചാരിക്കാത്ത ഒരു ജോലി അവസരമോ അല്ലെങ്കിൽ പെട്ടെന്ന് മക്കളുടെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് പണം പെട്ടെന്ന് റെഡിയാകുന്ന ഒരു അവസ്ഥയൊക്കെ ഒരു സന്തോഷം നാളെ കാണുന്നുണ്ട്. വിധി മാറാൻ പോകുന്ന നിമിഷം എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക്. ഇനി നാലാമതായിട്ട് തൃക്കേട്ട നക്ഷത്രമാണ്. വളരെ ബുദ്ധി കൗശലം ഉള്ളവരാണ്, ബുദ്ധി കൊണ്ട് കളിക്കുന്ന കൂട്ടരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ. സ്വന്തം കാര്യം ബുദ്ധി കൊണ്ട് നേടിയെടുക്കാൻ എപ്പോഴും സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ സ്വന്തം കാര്യത്തിന് അതങ്ങോട്ട് ഉതകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്നു. അതാണ് ഇവിടെ കാണുന്ന കാര്യമല്ലേ പറയാൻ പറ്റൂ. ബുദ്ധിയുണ്ട്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഡബിൾ ബുദ്ധിയാണ്, പക്ഷെ സ്വന്തം കാര്യത്തിൽ അതങ്ങോട്ട് പ്രാവർത്തികമാകുന്നില്ല എന്നതുണ്ട്. അത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. അടുത്ത കാലത്തായിട്ട് ശാരീരികമായ രോഗങ്ങളിലേക്കാൾ വലിയ മാനസിക ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. ശരീരത്തിൻ്റെ രോഗത്തെ ഒരു പരിധിവരെ സഹിക്കാം, പക്ഷേ മാനസികമായ വിഷമങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി വിഷമങ്ങളിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത പല സമയങ്ങളിലും മരണഭയം പോലെയുള്ള അവസ്ഥകൾ വരെയുണ്ട്. പല രാത്രികളിലും എന്താണ് സംഭവിക്കുന്നത്, നാളത്തെ പ്രഭാതം ഉണ്ടാവുമോ, എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല ചിന്തകളും ഉണ്ട്. അതാണ് വെറുതെ ചിന്തിച്ച് മനസ്സിനെ കുഴപ്പത്തിലാക്കുന്നുണ്ട് നിങ്ങൾ. ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ നാളെ പൂരത്തിൻ്റെ മിത്രധാരയുടെ ഒരു വലിയ പ്രഭാവം തൃക്കേട്ട നക്ഷത്രത്തിന് വരുന്നുണ്ട്. അപ്പോൾ രോഗദുരിതങ്ങളിൽ ഒരു ശമനം കാണുന്നുണ്ട്. ശരീരവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തീരാ ബുദ്ധിമുട്ടുകളിൽ കിടക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ഒരു റിലീഫ് ഉണ്ടാകാനും, പൂർണ്ണ ഒരു മോചനം ഒറ്റ ദിവസം കൊണ്ട് പറ്റുമെന്ന് പറയുന്നില്ല, എങ്കിലും ഒരു മോചനം മറ്റുള്ള ദിവസങ്ങളുടെ വേദനകളെ അപേക്ഷിച്ച് നാളത്തെ ദിവസം ഒരു ശമനം ഉണ്ടാകുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലൊരു ധൈര്യമൊക്കെ വരികയും ചില സാമ്പത്തിക സഹായങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഇനി മൂലം നക്ഷത്രം. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ മാത്രം ഏറ്റുവാങ്ങിയൊരു നക്ഷത്രം എന്ന് വേണമെങ്കിൽ പറയാം. കൊടുങ്കാറ്റ് വരും, അടിപതറി വീഴും, വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. സ്പ്രിംഗ് ആക്ഷൻ പോലെയാണ്. അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. മറ്റുള്ളവരെയൊക്കെ വിശ്വസിച്ച് കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു തീർത്ത ഒരു കൂട്ടരുകൂടിയാണ്. ചിലപ്പോൾ മക്കളെ ആകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആകാം. അങ്ങനെ പലരെയും വിശ്വസിച്ച് പണം കൊടുത്ത് സ്വർണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്, പണയം വെക്കാൻ കൊടുത്തിട്ടുണ്ട്. സ്വന്തം ഭൂമി പോലും പണയം വെക്കാൻ കൊടുത്തിട്ട് വിഷമിച്ച് തിരികെ കിട്ടാതെ ഇരിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് സഹായം കൈപ്പറ്റിയ ആളുകൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ. അപമാനവും നന്ദികേടും മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ. സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതേ ഉള്ളൂ. ബാങ്കിലാണെങ്കിലും 0 ആണ് ബാലൻസ്. പിന്നെ ആകെ ഉള്ളത് ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പരാതികൾ, പരിഭവങ്ങൾ. ശരിയാണോ? അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു കാര്യം വിശ്വസിക്കുക. നാളെ പരമമിത്ര താരയുടെ ബലം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ചതിച്ചവരുടെ മുന്നിൽ കാലം നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാനുള്ള ഒരു സമയം നൽകുന്നു നാളെ മുതൽ. അപ്രതീക്ഷിതമായിട്ട് ധനാഗമ മാർഗങ്ങൾ തുറക്കപ്പെടാനും ദൈവത്തിൻ്റെ നീതി നിങ്ങൾക്ക് മുന്നിൽ നടപ്പായി ലഭിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. ഇനി അടുത്ത 6ാമതായി പറയാനുള്ള നക്ഷത്രം ഉത്രാടമാണ്. എപ്പോഴും സത്യത്തിൻ്റെ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന നീതിമാനായ ഒരു നക്ഷത്രം എന്ന് പറയാം ഉത്രാടം നക്ഷത്രത്തിന്. അങ്ങനെ തന്നെ ആവട്ടെ നിങ്ങളുടെ പ്രവർത്തികളും. നീതിക്ക് നിരക്കാത്ത ഒന്നും ചെയ്യില്ല എന്നാണ് പൊതുവേ നമുക്ക് ഉത്രാട നക്ഷത്രത്തിനെ പറയാനുള്ളത്. അങ്ങനെ ചെയ്താൽ, അനീതി കാണിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാകും, ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും ആരും ചെയ്യാതിരിക്കുക. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വരെ പഴികൾ പലതും കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വേദന അതിൻ്റേതായി ഇപ്പോഴും അനുഭവിക്കുന്നു. സമൂഹത്തിലാകട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയൊക്കെ ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ, ചില വലിയ കെണികളിൽ വരെ ചെന്ന് ചാടിപ്പോയിട്ടുണ്ട്. അതായത് പണം കൊടുത്തു,
അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പണം കൊടുത്ത് നഷ്ടപ്പെട്ട അവസ്ഥ, അങ്ങനെ ഒരുപാട് കേസ് വരെ ആയിട്ടുള്ളവരുണ്ടാകും, ഇത് കേൾക്കുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ നാളെ സമ്പത്തുധാരയുടെ ഐശ്വര്യം നിങ്ങൾക്ക് വരുന്നതിനാൽ ചതിക്കാനായിട്ട് കുഴി തോണ്ടി ഇരുന്ന ആളുകൾ തന്നെ നാളത്തെ ദിവസം ആ കുഴിയിൽ വീണോളൂ. നിങ്ങൾ പേടിക്കേണ്ട, കാരണം ഇവിടെ അനുകൂലമാണ്. ഫലങ്ങൾ ഇവിടെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ചില നിരപരാധിത്വങ്ങൾ നിങ്ങളുടേതായ ലോകം അറിയാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് ലോകം അറിയാൻ കാത്തിരിക്കുന്നതായ ഒരു സമയമാണ്. ദിവസം നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. കർമ്മമേഖലയിലും ഒരു വലിയ പദവിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ പദവി മറ്റുള്ളവരുടെ കണ്ണുകടി അല്ലെങ്കിൽ നുണപ്രചരണം കൊണ്ട് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. തൽക്കാലം നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിലും മറ്റുള്ളവരെ മുഷിപ്പിക്കാൻ നിൽക്കേണ്ട. ജോലിയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങളൊക്കെ വരാനുണ്ട്. എല്ലാം ഭഗവാനിങ്കൽ സമർപ്പിക്കുക. ഇവിടെ അനുകൂല സമയമായതിനാൽ ഫലം നിങ്ങൾക്ക് അനുകൂലം തന്നെ ആയി വരും. ഇനി 7ാമത് അവിട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. പുറമേ കടുപ്പം ആണെന്ന് തോന്നും, പക്ഷേ ഉള്ളിൽ എല്ലാവരോടും അത്ര സ്നേഹമൊക്കെ ഉള്ള കൂട്ടരാണ്. അതായത് ഉള്ളിലൊരു സ്നേഹം നൈർമല്യമൊക്കെ ഉള്ള കൂട്ടർ തന്നെ. പുറമേ നോക്കിയാൽ ആർക്കും നിങ്ങളോട് സ്നേഹം കൂടാൻ തോന്നാറില്ല, കാരണം കടിച്ചു കീറാൻ നിൽക്കുന്നത് പോലുള്ള ചില സ്വഭാവങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ. ഏറ്റവും വലിയൊരു വേദന എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിലോ ഉള്ള ഒരു പ്രയാസമാണ് ഏറ്റവും വലിയൊരു വിവാഹം. അങ്ങോട്ട് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ ശരിയായ രീതിയിലായിരിക്കുന്നില്ല അത് പോകുന്നത്. അതിനെ ഓർത്തുള്ളൊരു വിഷമം കാണുന്നുണ്ട്. പങ്കാളിയെ ഓർത്തുള്ള വിഷമമാണ് നിലവിലിപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ക്ഷേമധാരയുടെ അനുഗ്രഹമുണ്ട്. കുടുംബത്തിൽ തർക്കങ്ങൾക്കൊക്കെ നാളത്തോടുകൂടി ഒരു അറുതിയൊക്കെ കാണുന്നുണ്ട്. ദമ്പതികൾക്കിടയിൽ മനസ്സുകൾ തമ്മിലൊരു അടുപ്പം, ഐക്യമൊക്കെ ഉണ്ടാകും. ഒരുപാട് നാളുകളായിട്ട് വിവാഹാലോചനകൾ മുടങ്ങി നിന്നിരുന്ന ആളുകളാണെങ്കിൽ നാളെ നല്ലൊരു ആലോചനയൊക്കെ വരാൻ, അത് ഈശ്വരൻ തരുന്ന ഒരു സമ്മാനമായിട്ട് കരുതി അത്ര പവിത്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി ശ്രമിക്കുക. നാളെ നല്ലൊരു ആലോചനയുടെയൊക്കെ ഒരു ഭാഗ്യം അടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഏത് ക്ഷേത്രത്തിലാണോ ദർശനം നടത്തുന്നത് അവിടെ പോയി ദർശനം നടത്തി ഭഗവാനെ നന്നായിട്ടങ്ങ് പ്രാർത്ഥിക്കുക. അടുത്തത് പൂരുരുട്ടായ നക്ഷത്രമാണ്. ആത്മീയ ചിന്തയുള്ള, മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ കണ്ണു നിറയുന്ന മനുഷ്യന് എന്ന് വേണമെങ്കിൽ നമുക്ക് പൂരുരുട്ടായ നക്ഷത്രത്തിനെ പറയാം. ആത്മീയമായിട്ട് വളരെയധികം ചിന്തനമുള്ളവരാണ്. പ്രത്യേകിച്ച് ആ പൂരുരുട്ടായ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. അവരെ വേദനിപ്പിക്കാൻ നിന്നാൽ വേദനിപ്പിക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും ദോഷം ഉണ്ടാകുന്നത്. കാരണം അത്രയ്ക്ക് നക്ഷത്രങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ആത്മീയമായിട്ട് ഉന്നതികളിലെത്താൻ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഈശ്വരനെ പൂജിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈശ്വര സേവ ചെയ്യുന്ന ആളുകൾ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള മേഖലയിലൊക്കെ എത്താനായിട്ട് വളരെയധികം പ്രാപ്തിയുള്ള കൂട്ടരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അപ്പോൾ അവരുടെ കണ്ണ് നിറച്ചാൽ ആ നിറയ്ക്കുന്നവർക്ക് അത് വലിയ വിനയായിട്ടും മാറും. എത്ര ഗംഗയിൽ ചെന്ന് മുങ്ങിയാലും പാവം കഴുകിക്കളയാൻ സാധിക്കാതെയും വരും. എന്നാൽ ഇപ്പോൾ ജീവിതം ഒരു കനലിൽ ചവിട്ടിയ പോലെയുള്ള അവസ്ഥയാണ്. കനലിൽ ചവിട്ടിയ അവസ്ഥ അറിയാമല്ലോ, ഞാൻ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. ബിസിനസ് ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഓഫീസ് ജോലി ചെയ്യുന്നവരുണ്ടാകും. ഏതായാലും തകർച്ചയുടെയൊക്കെ ഒരു വക്കിലെത്തി നിൽക്കുകയാണ് അവസ്ഥ. അതായത് ചെയ്യാത്ത കുറ്റം വരെ അടിച്ചേൽപ്പിച്ച് ജോലി വരെ പോകുന്ന ഒരു അവസ്ഥ അനുഭവിക്കുന്നവരുണ്ടാകും. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം പോലും കൈവിട്ടോ എന്നൊരു സംശയം അങ്ങോട്ട് മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അങ്ങോട്ട് കുറച്ചോളൂ. ദൈവം അങ്ങനെ കൈയൊന്നും വിടത്തില്ല ആരെയും. ദൈവം ആരെയും കൈവിടുന്ന ആളല്ല, ഒരാളോട് മാത്രമല്ല. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളോട് ആത്മീയമായി ഒരുപാട് ഉന്നതി തലത്തിൽ എത്തി നിൽക്കുന്ന കൂട്ടരാണ് നിങ്ങൾ. അപ്പോൾ നാളെ വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിബലം പൂരുരുട്ടായ നക്ഷത്രക്കാർക്കുള്ളതിനാൽ ബിസിനസ്സിലെ തകർച്ച അല്ലെങ്കിൽ ജോലി സംബന്ധമായ തകർച്ചയൊക്കെ മാറിയൊരു ഉണർവുണ്ടാകും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറി എന്ന അറിയിപ്പ് നാളെ ലഭിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഇനി ഒടുവിലായിട്ട് 9ാമത്തെ നക്ഷത്രമായിട്ട് പറയാനുള്ളത് രേവതിയാണ്. നക്ഷത്ര ചക്രത്തിലെ അവസാന നക്ഷത്രമാണല്ലോ രേവതി. നിഷ്കളങ്കരായ ആളുകളാണ് രേവതി നക്ഷത്രക്കാർ. എങ്കിലും അത്രയങ്ങ് നിഷ്കളങ്കരെന്ന് പറയാനും സാധിക്കില്ല. ഒരു 80% നിഷ്കളങ്കതയൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി അല്പം സ്വല്പം കള്ളങ്ങൾ, പക്ഷേ ആരെയും ചതിക്കുന്ന കള്ളങ്ങളൊന്നും പറയാൻ നിൽക്കാത്ത ആളുകളാണ്. എല്ലാവരെയും അങ്ങോട്ട് വിശ്വസിക്കും ഒരുപാട്. അങ്ങനെ വിശ്വസിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമ്പാദ്യം എന്ന് ചോദിച്ചാൽ ഒരു ശൂന്യതയിൽ നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എന്നാലും ഇവിടെ കാണുന്ന കാര്യം പറഞ്ഞു, ഒരു ശൂന്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് മാറേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ വേണ്ടുന്ന സന്തോഷം. അപ്പോൾ നാളെ മിത്രധാരയായതിനാൽ ഐശ്വര്യം, പണമൊക്കെ നഷ്ടപ്പെട്ടു പോയ തിരികെ വരാനുള്ള ഒരു ഭാഗ്യം ഇനി ഉണ്ടാകുമെന്ന് കാണുന്നു. ചതിച്ച ആളുകൾ പോലും നാളെ
നിങ്ങളുടെ സഹായം തേടി വരുന്ന, നിങ്ങളുടെ വീട്ടിന് മുന്നിൽ വരുന്ന ഒരു സമയം കൂടിയാണ്. ചിലപ്പോൾ ഒരു ഫോൺ കോളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരുപാട് നാളിന് ശേഷം പറ്റിച്ചു പോയവർ തന്നെ ഒരു ക്ഷമാപണമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശം ചിലപ്പോൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദേവതയുടെ ആ ഒരു കൈ നിങ്ങളുടെ മേൽ വന്ന് പിടിക്കാൻ പോകുന്ന ഒരു ദിവസവും സമയവും കൂടിയാണ് നാളെ കാണുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ 9 നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. നാളെ 9:20 മുതൽ 10:53 വരെയുള്ള സമയം നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നാളെ പൂര നക്ഷത്രമായതുകൊണ്ട് ലോകമാതാവായ ഭഗവതിയുടെ അനുഗ്രഹം തേടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതും വൈകുന്നേരം ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്നതും വളരെയധികം ഉത്തമമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഏറെ സഹായകമാകും. അപ്പോൾ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ നൽകുന്ന സൂചനകളാണ് ഇവിടെ പ്രവചിച്ചത്. ഇതൊരിക്കലും ഒരു തെറ്റാകാറില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കഠിനമായ ദശാകാലങ്ങൾ പോലും നമ്മുടെ ഈശ്വരീയം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരാധീനം കൊണ്ട് സമയം നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ കൊണ്ട് അനുകൂലമല്ലാത്ത സമയത്തെ പോലും നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്നാണ്. കല്ലിനെ പോലും ഭക്തിയാൽ അലിയിച്ചെടുക്കാമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ദോഷത്തെയും നിങ്ങളുടെ ഭക്തി കൊണ്ട് നിങ്ങൾക്ക് അലിയിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഗ്രന്ഥങ്ങളിൽ നിന്ന് പറയുന്നതാണ്. ഇതിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നാളത്തെ ദിവസം ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഈ പറഞ്ഞത് ഒരാൾക്കെങ്കിലും ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എങ്കിൽ നിങ്ങളിത് തീർച്ചയായും കമൻറ്റ് ബോക്സ് തീർച്ചയായും ഓണാക്കിയിടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് മുന്നോട്ടുള്ള വീഡിയോകൾക്ക് വളരെ വലിയൊരു പ്രചോദനം ആവുകയും നമ്മൾ ഇടുന്ന ഓരോ അധ്യായങ്ങളും മനുഷ്യരിലേക്ക് കൂടുതൽ എത്തുകയും അത് കൂടുതൽ വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നല്ലതാകട്ടെ ചീത്തയാകട്ടെ ഏതും സ്വീകരിക്കാൻ, നല്ലതിനെ നല്ലതായിട്ട് സ്വീകരിക്കാനും എന്നിലെന്തെങ്കിലും പ്രവചനങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ മാറ്റി വീണ്ടും സത്യത്തിലെ അല്ലെങ്കിൽ ശരിയായിട്ട് കാര്യങ്ങൾ എത്തിക്കാനും ഞാനും ശ്രമിക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയുള്ള സമയങ്ങളിലും തുടർന്നിങ്ങനെ മുന്നോട്ട് അറിവുകൾ പകർന്ന് പോകാനായിട്ട് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏവർക്കും നന്മയുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.